നിരന്തരമായി പ്രവാചക മൊഴികളിലൂടെ ദൈവമായ കർത്താവ് മുന്നറിയിപ്പ് നൽകുമ്പോൾ ജനം ചെയ്യുന്നത് തിന്നു കുടിച്ച് മതിച്ച് അവർ ആഹ്ലാദത്തിമിർപ്പിൽ തങ്ങളുടെ ദിവസങ്ങൾ കഴിച്ചുവിടുന്നു. ഇത് ഏത് കാലത്തും ആവർത്തിക്കപ്പെടാവുന്ന ഒരു ദുരന്തമാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ തിന്മ ക്രമാതീതമായി വർദ്ധിക്കുകയും എല്ലായിടങ്ങളിലും ഒരിക്കലും നാം കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള വാർത്തകൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഉദാസീനരായി സ്വന്തം സന്തോഷത്തിമിർപ്പിൻ്റെ കിടക്കകളിലും തീന്മേശകളിലും സ്വന്തം സന്തോഷത്തിൻ്റെ ആനന്ദാരവങ്ങളുടെ നടുവിലും സ്വന്തം സുഖം മാത്രം തിരഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ദൈവജനത്തിനും വന്നു ചേരാം. വരാൻ പോകുന്ന വിപത്തിനെ, അല്ലെങ്കിൽ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആപത്തിനെ കാണാതെ, അതിൻ്റെ ഗൗരവം തിരിച്ചറിയാതെ, അത് സമ്മാനിക്കുന്ന ദുരന്തങ്ങൾ വരാൻ പോകുന്ന തലമുറയ്ക്ക് എത്ര ഭീകരമായിരിക്കും എന്ന് മനസ്സിലാക്കാതെ ദൈവജനം ഉദാസീനമായി സന്തോഷങ്ങളിൽ, ആഹ്ലാദങ്ങളിൽ, ആരവങ്ങളിൽ കഴിയുന്ന ഒരവസ്ഥ ഈ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതയാണ്. നമ്മൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് കാര്യങ്ങളെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ടതുണ്ട്. എന്താണ് ഈ നാടിന് സംഭവിക്കുന്നത്? എന്താണ് ഞങ്ങളുടെ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? എന്താണ് ഞങ്ങൾക്കിടയിലൂടെ ഞങ്ങളറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാന പരിസരങ്ങളെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇഴഞ്ഞു കയറുന്ന വിഷപ്പാമ്പുകൾ, ആ കരിനാഗങ്ങൾ? ഇത് തിരിച്ചറിയാതെ തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും തിരുനാളാഘോഷിച്ചും നടന്നു പോകുന്ന ഒരു ജനം ഭയാനകമായൊരു വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് ബോധമില്ലാത്തവരും ബോധ്യമില്ലാത്തവരും